ഇന്നങ്ങനെ നമ്മൾ രാവിലെ തന്നെ ജിമ്മിൽ പോയിട്ടുണ്ട്. ഇപ്പം 6:15 സമയമുണ്ട്. അപ്പം ഇപ്പം കുറച്ച് എഴുതാനൊക്കെ ഉണ്ട്. അതൊക്കെ എഴുതിയിട്ട് കുളിച്ചിട്ട് കോളേജിൽ പോകാം. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ബസ്സിലുള്ള തിരക്ക് ഇപ്പം അധികമായിട്ട് വരുന്നുണ്ട്. കാരണം +1 പിള്ളേരുടെ ക്ലാസ് തുടങ്ങി. അത് കാരണം +1 തിരക്കുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ബസ്സിൽ പോയപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് വെച്ചാൽ ബസ്സിൽ ഒരു സ്ഥലത്ത് ഇറങ്ങുക എന്ന് വെച്ചാൽ ഒരു ചേച്ചിയുടെ ഒരു ചെറിയ കൊച്ചുണ്ട്, ചെറിയ കൈക്കുഞ്ഞ്. ആ ചേച്ചി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഇടിച്ച് കയറി വേറെ ചേച്ചി കയറുക. സത്യം ബസ്സേ പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചാൽ പെണ്ണുങ്ങൾക്കൊരു സെൻസ് എന്ന് പറഞ്ഞാൽ വേറെ ചേച്ചി കയറി കൊച്ചായിട്ട് കഴിഞ്ഞ വേണ്ട വേറെ ചേച്ചി കൊച്ചായിട്ട് കയറിയപ്പം കോളേജ് പഠിക്കുന്ന പെൺപിള്ളേർ പോലും എണീറ്റ് കൊടുക്കുന്നില്ല. എന്നിട്ട് വേറെ ആണുങ്ങൾ എണീറ്റ് കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഇവർക്ക് ഒരു ഇതില്ല. സ്വന്തം തന്നെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക്. പെണ്ണുങ്ങളെ തന്നെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു ഇതില്ല ഇവർക്ക്. അതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് കൃത്യമായി ബസ്സേ കയറുമ്പോൾ മനസ്സിലാവും, മിക്കവാറും കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ പറഞ്ഞാൽ കാണുന്നത് വെച്ചാൽ മറ്റേ +1 ക്ലാസ് തുടങ്ങിയല്ലോ, പുതിയ ക്ലാസ് തുടങ്ങിയല്ലോ. +1 പിള്ളേർ കൺസ്ട്രക്ഷൻ കാർഡില്ല, അവർ സ്കൂളിൽ നിന്ന് കൺസ്ട്രക്ഷൻ കാർഡ് കൊടുക്കും. അതിനകത്ത് RTOയുടെ ഈ സീലൊന്നും ഇല്ല. അപ്പം അത് പറഞ്ഞിട്ട് ബസ് കിടന്ന് അടി, ചുമ്മാ കിടന്ന് അടി. ഒരു കാര്യമില്ല, 5 രൂപയുടെ കാര്യമേ ഉള്ളൂ. അതിനു വേണ്ടി കിടന്ന് അടിക്കുന്നത്. സത്യം പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ കാർഡ് ഇതിന് പകരം KSRTC കൺസ്ട്രക്ഷൻ കാർഡ് വെക്കുവാണെങ്കിൽ, KSRTC പിള്ളേർക്കോ ഫ്രീ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ ഇച്ചിലൂടെ ലാഭമായിരുന്നു. ഇതിപ്പോൾ കണ്ട പിള്ളേർക്കൊക്കെ സ്ത്രീകൾക്കൊക്കെ കൊടുത്തിട്ട് കാര്യമില്ല. അവർക്കൊക്കെ ജോലിയുള്ളവരാണ് മിക്കവരും KSRTC ബസ്സിൽ പോകും. അതൊക്കെ വെറും ഇവരുടെ UDFിൻ്റെ ഒരു ഇതായി പോയിട്ടാണ് എനിക്ക് തോന്നുള്ളൂ. കാരണം ഒരു ലാഭവും കിട്ടത്തില്ല, അവർക്ക് വെറും നഷ്ടം. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പിള്ളേർക്ക് വരുമാനമില്ല നോക്കാം. ഇവർക്ക് വരുമാനം ഉള്ളവരല്ലേ പോകുന്നത്, അത് വെച്ച് നോക്കാം. സോ ഇത് പോവാണ്. ബാക്കി നമുക്കൊരു പണി കിട്ടി. നമുക്ക് റെക്കോർഡ് ബുക്ക് എഴുതാനുണ്ടായിരുന്നു, അതും കുറേ ഉണ്ട് എഴുതാൻ ഇനി. അപ്പോൾ നമുക്ക് ഇനി ബാക്കി കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി എഴുതി തീർക്കണം. അതുകൊണ്ടോ LCD ലോജിക് സർക്യൂട്ട് ഡിസൈൻ എന്ന് പറഞ്ഞ ലാബിൻ്റെ റെക്കോർഡാണ്. നാളെ ഒപ്പിടാനുള്ള റെക്കോർഡ്. അപ്പോൾ എഴുതണം. അപ്പോൾ നാളെ കാണാം. എൻ്റെ